ക്യൂബൻ വിദേശകാര്യമന്ത്രി ബ്രൂണോ റോഡ്രിഗസ് യുഎന്നിൽ പ്രസംഗിക്കുകയാണ്. ക്യൂബയെ സംബന്ധിച്ച് അതിപ്രധാനമായ മണിക്കൂറുകളാണ് കടന്നുപോയത്. യുഎന്നിലെ ക്യൂബൻ ഐക്യദാർഢ്യ പ്രമേയം വന്നപ്പോൾ നിർണായകമായ സന്ദർഭത്തിന് സാക്ഷ്യം വഹിച്ചു ലോകം. ബ്രൂണോ റോഡ്രിഗസിന്റെ ആവേശകരമായ പ്രസംഗം, അമേരിക്കയുടെ കൗണ്ടർ, അർജന്റീനയും ഈജിപ്തും മൊറോക്കോയും നടത്തിയ ഇടപെടൽ, അവരൊക്കെ ആരെയാണ് പിന്തുണച്ചത്? നമുക്ക് വിശദമായി തന്നെ നോക്കാം. അതിനു മുമ്പ് ലോകകപ്പിലെ ചില കാര്യങ്ങൾ പറയണം. അർജന്റീന ഈജിപ്ത് കളിക്ക് ശേഷം നമ്മുടെ നാട്ടിലാകെ പോരാണ്. അർജന്റീനയെ പിന്തുണക്കുന്നവരെല്ലാം സയനിസ്റ്റുകളാണ് എന്നാണ് പുതിയ തിയറി. കാരണം അർജന്റീനയുടെ പുതിയ ഭരണാധികാരി ഒരു ട്രംപിസ്റ്റാണത്രേ, കടുത്ത വലതുപക്ഷക്കാരനാണ്. എന്നാൽ ഈജിപ്തിനെ അനുകൂലിച്ചില്ല എങ്കിൽ ജീവിക്കാൻ പാടാവുന്ന അവസ്ഥയുമുണ്ട്. ഈജിപ്ത് പക്ഷേ കടുത്ത സാമ്രാജ്യത്വ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന രാജ്യമാണോ? ക്യൂബയുടെ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുണ്ടോ? ഏറ്റവും ഒടുവിൽ യുഎന്നിൽ നടന്ന പ്രമേയവും വോട്ടെടുപ്പുമാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. ലോകകപ്പിലെ അർജന്റീനയും ഈജിപ്തും സാന്ദർഭികമായി ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ക്യൂബയ്ക്കെതിരായി അമേരിക്ക നടത്തുന്ന ക്രൂരമായ ഉപരോധം, ഒരു രാജ്യത്തെ ഞെക്കിക്കൊല്ലുന്ന ഉപരോധം, അതിനെതിരായ ഒരു ചർച്ച ആണ് നടന്നത്. ലോകമാകെ ക്യൂബക്കൊപ്പം നിന്നു. ക്യൂബയ്ക്ക് വേണ്ടിയുള്ള പ്രമേയത്തിനൊപ്പം നിന്നത് 136 രാജ്യങ്ങളാണ്, ഇന്ത്യ അടക്കം. എന്നാൽ എതിർത്തത് 9 രാജ്യങ്ങളാണ്. യുഎസും മൊറോക്കോയും അർജന്റീനയും എതിർത്തവരുടെ പട്ടികയിലുണ്ട്. ഇതേസമയം അമേരിക്കയെ വിഷമിപ്പിക്കേണ്ട, വെറുതെ എന്തിനാ തലവേദന ഏറ്റെടുക്കുന്നു എന്ന് കരുതി ഈ വോട്ടെടുപ്പിൽ ക്യൂബയെ പിന്തുണക്കാതെ വിട്ടുനിന്നവരുണ്ട്. ക്യൂബയെ പിന്തുണക്കാൻ താല്പര്യമില്ലാത്ത 30 രാജ്യങ്ങൾ, ആ രാജ്യങ്ങളുടെ പട്ടികയിൽ ഈജിപ്തുമുണ്ട്. മൊത്തത്തിൽ അർജന്റീനയും മൊറോക്കോയും വിട്ടുനിന്ന ഈജിപ്തുമെല്ലാം യുഎസിന്റെ ക്രൂരമായ ഉപരോധത്തിന് എതിരെ കൈ ഉയർത്താൻ തയ്യാറല്ല എന്നർത്ഥം. അതുകൊണ്ട് ആ രാജ്യങ്ങൾ ലോകകപ്പിൽ തോക്കണമെന്നും അല്ലെങ്കിൽ അവരുടെ ആരാധകരൊക്കെ സയനിസ്റ്റുകളാണ് എന്നും അർത്ഥമുണ്ടോ? ഇല്ല. എന്നാൽ അർജന്റീനയുടെ കാര്യത്തിൽ മാത്രം ചില കൂട്ടർ വിട്ടുവീഴ്ചയ്ക്കില്ലത്രേ. അത് സയനിസ്റ്റുകൾ തന്നെയാണ് എന്നാണ് ഉറപ്പിച്ച് പറയുന്നത്. ഇങ്ങനെ ചിന്തിച്ചാൽ ഈ ഫുട്ബോളൊക്കെ എന്തിനാണ്? എന്നാൽ പിന്നെ യുദ്ധം തന്നെ നടത്തിയാൽ പോരെ, ഇങ്ങന്മാതിരി ആക്രമണത്തിലേക്ക് പോയാൽ പോരെ? കളി എന്തിനാണ്? കളി എന്ന പേരുള്ള ഈ ഫുട്ബോൾ പിന്നെ കളിയല്ലാതെ ഈ മറ്റുള്ള ചർച്ചകൾക്കും ഈ മറ്റുള്ള തർക്കങ്ങൾക്കുമാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ എന്താണ് കഥ? കളിക്കളത്തിന് പുറത്തുള്ള യുദ്ധം, ട്രംപിൻ്റെ ചില ഇടപെടൽ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ്, ഇറാനുമായി ബന്ധപ്പെട്ട കാര്യം. അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് വിയോജിപ്പുകൾ അറിയിക്കണം, ഭരണപരമായ ഇടപെടലുകളിൽ. പക്ഷേ ഇത് കളിക്കളത്തിലെ ചില നിയമങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള നീക്കങ്ങൾ, റഫറിങ് ഒക്കെ ആ തരത്തിലേക്ക് വ്യാഖ്യാനിച്ച് പിഴവുകൾ നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ അതിനെ പിന്തുണക്കുന്ന അല്ലെങ്കിൽ ആ കളിക്കാരെ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ സയനിസ്റ്റുകളാണെന്നൊക്കെ പറഞ്ഞാൽ വലിയ കഷ്ടമാണ്. എന്തായാലും അതെന്തെങ്കിലും ആകട്ടെ, പറയുന്നവർ പറയട്ടെ. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. അമേരിക്ക ഇപ്പോഴും യുഎന്നിനെ ഒരു രണ്ടാം തരമായിട്ടാണ് കരുതുന്നത്, ശത്രു രാജ്യമായിട്ട് ആണ് കരുതുന്നത്. അത് ഗാസയിലും ഇപ്പോൾ ഇറാൻ്റെ കാര്യത്തിലും ഒക്കെ നമ്മൾ കണ്ടതാണല്ലോ. എന്നാൽ UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ചിലപ്പോഴൊക്കെ നല്ല ഇടപെടൽ UN വഴി നടത്താറുണ്ട്. യുഎന്നിലെ ചർച്ച കൊണ്ട് എന്തു കാര്യമെന്ന് ചോദിക്കുന്നവരുണ്ട്. പക്ഷേ അത് ലോകത്തിന് മുന്നിലെ ഒരു ശബ്ദമായി ഉയർന്നു നിൽക്കുന്നുണ്ടല്ലോ. ഇറാൻ കഴിഞ്ഞാൽ അടുത്ത രാജ്യം ക്യൂബയാണ് തൻ്റെ ലക്ഷ്യം എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞ ട്രംപിന് മുന്നിലേക്കാണ് UN ഈ പ്രമേയം കൊണ്ടുവന്നത്. ചർച്ചയിൽ പങ്കെടുത്ത ക്യൂബൻ വിദേശകാര്യമന്ത്രി ബ്രൂണോ റോഡ്രിഗസ് നടത്തിയ പ്രസംഗമാണ് ഇനി നമ്മൾ മലയാളത്തിൽ അതിൻ്റെ പരിഭാഷയാണ് ഇനി കേൾക്കാൻ പോകുന്നത്. അതിലേക്ക് നേരിട്ട് കടക്കാം. അദ്ദേഹം പറയുന്നു, ഇന്ന് ഈ മഹത്തായ സഭയുടെ മുമ്പിൽ അങ്ങേയറ്റത്തെ ഹൃദയഭാരത്തോടെയും എന്നാൽ എൻ്റെ ജനതയുടെ അടക്കാനാവാത്ത ആവേശത്തോടെയുമാണ് ഞാൻ നിൽക്കുന്നത്. ഏകദേശം 70 വർഷമായി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഗവൺമെൻറ്, അതായത് അമേരിക്ക, ക്യൂബക്കെതിരെ ബഹുമുഖവും അസാധാരണവുമായ യുദ്ധം നടത്തി വരികയാണ്. കഴിഞ്ഞ 7 മാസമായി ഈ യുദ്ധം കൂടുതൽ ക്രൂരവും നിഷ്ഠുരവുമായി മാറിയിരിക്കുന്നു. ഇതിനോട് ചേർത്ത് ഇപ്പോൾ ഒരു ഊർജ്ജ ഉപരോധം അമേരിക്ക കൊണ്ടുവന്നിരിക്കുകയാണ്. നാവിക ബ്ലോക്കേഡിന് തുല്യമായ, യുദ്ധത്തിന് തുല്യമായ പ്രവൃത്തിയാണത്. വാണിജ്യപരമായും മാനുഷികമായും ക്യൂബയുടെ ഇന്ധന വിതരണം തടയുന്ന നേരിട്ടുള്ള ഭീഷണികൾ, ഏകപക്ഷീയ നിരോധന നടപടികൾ, അതിൻ്റെ തുടർച്ചയായിട്ട് അവിടെ ദിവസങ്ങളോളം കരണ്ടില്ലാത്ത അവസ്ഥയൊക്കെ ഉണ്ട്. ഒപ്പം മറ്റ് ഇന്ധനമില്ലാത്തതുകൊണ്ട് വണ്ടികൾ ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഉണ്ട്. അമേരിക്ക വിതരണം ചെയ്യുന്ന ഇപ്പോൾ ലോകരാജ്യങ്ങളെല്ലാം പരസ്പരം സഹായിച്ചും സഹകരിച്ചും ഒക്കെ മുന്നോട്ട് പോയില്ലെങ്കിൽ ഏതെങ്കിലും വൻകിട രാജ്യം, ഇതിലൊക്കെ ഇടപെടുന്ന രാജ്യം ഒരു ബ്ലോക്ക് ഉണ്ടാക്കിയാലുള്ള പ്രശ്നം നമുക്കറിയില്ല. ഇപ്പോൾ ഇറാൻ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ ഹോർമുസ് തടഞ്ഞപ്പോൾ ഉണ്ടായ അവസ്ഥ നമുക്കറിയില്ല. അതുപോലെ അമേരിക്ക ഉപരോധത്തിന് ഇരയാക്കിക്കൊണ്ട് പ്രഖ്യാപിച്ച് മുന്നോട്ട് വരാം. അപ്പോൾ വിചാരിക്കും അമേരിക്ക ഉപരോധം നടത്തി അതിനിപ്പോൾ എന്താ ക്യൂബക്ക് വേറെ രാജ്യങ്ങളില്ലെന്ന്. വേറെ രാജ്യങ്ങളുമില്ല. കാരണം അമേരിക്കൻ ഉപരോധം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ മാത്രം ഉപരോധമല്ല, ആ രാജ്യവുമായി ബന്ധപ്പെടുന്ന രാജ്യങ്ങളുമായിട്ടുള്ള ഉപരോധം കൂടിയായി മാറും. അങ്ങനെയാണ് ഇന്ത്യ പണ്ട് യുക്രൈൻ യുദ്ധകാലത്ത് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ട്രംപ് ഈ അന്ത്യശാസനം നൽകുന്നത്. അങ്ങനെ ലോകത്ത് ഉണ്ടാകുന്ന ഒരു സമീപനം US-ൻ്റേതാണ്. അതിൻ്റെയൊക്കെ തുടർച്ചയായിട്ടുള്ള അവസ്ഥയാണ്. അത്രമാത്രം കുടിലമായ തന്ത്രങ്ങളുടെ ഇരയായി ക്യൂബ മുന്നോട്ട് പോവുകയായിരുന്നു. അമേരിക്ക എന്നിട്ട് റോഡ്രിഗസ് പ്രസംഗിക്കുകയാണ്, അമേരിക്കൻ നേവിയുടെ കപ്പലുകളുടെ ഭീഷണിയും ഭയപ്പെടുത്തലും ഇന്ധന വിതരണത്തിനുള്ള വഴി തടസ്സപ്പെടുത്തുന്നു. അമേരിക്കൻ ഉദ്യോഗസ്ഥർ ആവർത്തിച്ച് സൈനിക ആക്രമണ ഭീഷണി ഉയർത്തുന്നു. സാമ്പത്തിക വാണിജ്യ സാമ്പത്തിക ഉപരോധത്തിനൊപ്പം യുദ്ധോന്മുഖ
തയ്യാറെടുപ്പുകൾ പരസ്യമായി ചർച്ച ചെയ്യപ്പെടുന്നു. സെക്കൻഡറി സാങ്ഷനുകൾ പോലുള്ള അപൂർവമായ അതിതീവ്ര ബാഹ്യ നടപടികൾ ക്യൂബയിൽ മാനുഷിക പ്രതിസന്ധിയും പൂർണ്ണ അസ്ഥിരതയും സൃഷ്ടിക്കാൻ ലക്ഷ്യമിടുന്നു. ഇത് സാമ്രാജ്യത്വ സൈനിക ഇടപെടലിന് വഴിയൊരുക്കുകയും ക്യൂബക്കാരുടെയും അമേരിക്കക്കാരുടെയും രക്തരൂക്ഷിതമായ പ്രതികാരങ്ങൾക്കിടയാക്കുകയും ചെയ്യും. സാമ്പത്തിക സമ്മർദ്ദം കൂടുതൽ ശക്തമാക്കുമോ എന്ന ചോദ്യത്തിന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ മറുപടി നൽകിയിട്ടുണ്ട്. ഞാൻ കരുതുന്നില്ല, സ്ഥലം നശിക്കുന്നതിനപ്പുറം കൂടുതൽ സമ്മർദ്ദം ഉണ്ടാകാൻ സാധിക്കില്ല എന്നാണ്. അതായത് നശിപ്പിച്ചേ അടങ്ങൂ എന്നാണ്. കഴിഞ്ഞ മാസങ്ങളിൽ നമ്മുടെ ജനതയ്ക്ക് നേരെയുള്ള മാനുഷിക നാശം ഭയാനകമായി വർദ്ധിച്ചു. ജീവിത നിലവാരം തകർന്നു, ഉപജീവന മാർഗങ്ങൾ കുറഞ്ഞു, വ്യക്തിപരവും കുടുംബപരവും സാമൂഹികവുമായ വികാസ സാധ്യതകൾ തടസ്സപ്പെട്ടു. ഇതൊരു മുഴുവൻ ജനതയുടെയും മനുഷ്യാവകാശങ്ങളുടെ വൻതോതിലുള്ള പ്രകടമായ സമ്പൂർണ്ണ ലംഘനമാണ്, കൂട്ടായ ശിക്ഷയുടെ ക്രൂരമായ രൂപം. ഈ അടിയന്തരവും അത്യന്താപേക്ഷിതവുമായ വിഷയങ്ങൾ UN-ൻ്റെയും അതിൻ്റെ ഏറ്റവും ഉന്നത സഭയായ ജനറൽ അസംബ്ലിയുടെയും ശ്രദ്ധയും ഏറ്റവും ഉച്ചസ്ഥായിലുള്ള പ്രതികരണവും അർഹിക്കുന്നു. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും സംരക്ഷിക്കാനും മനുഷ്യാവകാശങ്ങൾ ഉറപ്പാക്കാനുമുള്ള അതിൻ്റെ ചുമതലയാണത്. ക്യൂബയിലെ കുടുംബങ്ങൾ, പ്രത്യേകിച്ച് കുട്ടികളും യുവാക്കളും അമ്മമാരും ദീർഘകാലമായി വൈദ്യുതി ഇല്ലാതെ അസഹ്യമായ യാതന അനുഭവിക്കുന്നു. വൈദ്യുതി പോയാൽ വെള്ളവും ഇല്ലാതാവുന്നു. ഒരു കുട്ടിയുടെ മരുന്നിൻ്റെ ക്ഷാമം, ഭക്ഷണക്ഷാമം, അടിസ്ഥാന വസ്തുക്കളുടെ വില ഇവയെല്ലാം ജനങ്ങളെ ഭീതരാക്കുന്നു. രാജ്യത്തെ ശിശുമരണ നിരക്ക് 4-ൽ നിന്ന് 9.9 ഉയർന്നു. 1780 നവജാത ശിശുക്കൾ രക്ഷിക്കപ്പെടാതെ പോയി. ക്യാൻസർ മരണങ്ങൾ ഗണ്യമായി വർദ്ധിച്ചു. കുട്ടികളിലും യുവാക്കളിലും അതിജീവന നിരക്ക് 85%-ൽ നിന്ന് 65%-ആയി കുറഞ്ഞു. ഈ ക്രമം US ഉപരോധത്തിൻ്റെ ഏറ്റവും കടുത്ത ഘട്ടങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണ്. ഈ ഉപരോധം ക്യൂബയെ ശ്വാസം മുട്ടിച്ച് നിശബ്ദമായി കൊല്ലുകയാണ്. ഈ ക്രൂരമായ കുറ്റകൃത്യത്തിലേക്ക് ശ്രദ്ധ തിരിക്കണം യുണൈറ്റഡ് നേഷൻസ്. അത് UN-ൻ്റെ ഉത്തരവാദിത്തമാണ്. ഉപരോധം ക്യൂബൻ ജനതയ്ക്കെതിരല്ല, സർക്കാരിനെതിരെ മാത്രമാണ് എന്നത് US ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റും പറയുന്ന നുണയാണ്. ക്യൂബയിലെ ജനതയോട് ചോദിക്കൂ, ക്യൂബയിൽ താമസിക്കുന്ന ഡിപ്ലോമാറ്റുകളോടും മാധ്യമപ്രവർത്തകരോടും വിദേശികളോടും ചോദിക്കൂ, അവർ സത്യം പറയും. UN-ൽ US-ൻ്റെ പ്രതിനിധി നടത്തിയ നടപടിക്രമങ്ങളുടെ ദുരുപയോഗവും അപമാനകരമായ ക്യൂബയ്ക്കെതിരായ പ്രസ്താവനകളും ഞങ്ങൾ കേട്ടു. ഞാൻ പറഞ്ഞ വിഷയങ്ങളിലൊന്നും അദ്ദേഹം ഇടപെട്ടത് പരാമർശിച്ചതേയില്ല. അത് അത്ഭുതമല്ല. ഹിരോഷിമയിലും നാഗസാക്കിയിലും ആണവാക്രമണം നടത്തിയ, ലാറ്റിൻ അമേരിക്കയിലെ ഏറ്റവും ക്രൂരമായ സൈനിക ഏകാധിപത്യങ്ങളെ പിന്തുണച്ച, ഗാസയിലെ വംശഹത്യയിൽ കൂട്ടുനിന്ന, സർവകലാശാലകളിലെ വിദ്യാർത്ഥി അധ്യാപക പ്രതിഷേധങ്ങൾ അടിച്ചമർത്തിയ, അഭയാർത്ഥികളെ ക്രൂരമായി വേട്ടയാടിയ, കുട്ടികളെ മാതാപിതാക്കളിൽ നിന്ന് വേർപെടുത്തിയ ഒരു സർക്കാരിൻ്റെ US-ൻ്റെ പ്രതിനിധിയാണ് അയാൾ. വംശീയ പ്രൊഫൈലിംഗ്, ലോകത്തിലെ ഏറ്റവും വലിയ ജയിൽ ജനസംഖ്യ, സ്ത്രീകൾക്ക് തുല്യ ജോലിക്ക് കുറഞ്ഞ വേതനം, ഇതൊക്കെയാണ് അവരുടെ സർക്കാരിൻ്റെ മുഖമുദ്ര. ജനറൽ അസംബ്ലിയുടെ നിയമങ്ങൾ ലംഘിക്കപ്പെട്ടത് ഞങ്ങളെ അത്ഭുതപ്പെടുത്തി. ഈ ചർച്ച തന്നെ എതിർത്ത US പ്രതിനിധി ആദ്യം സംസാരിക്കുന്നത് എത്ര വലിയ വഞ്ചനയാണ്. ഈ അടിസ്ഥാനമില്ലാത്ത നുണകളാൽ ജനറൽ അസംബ്ലിയുടെ ചർച്ച അവകാശത്തെ തകർക്കാൻ ശ്രമിക്കുന്നത് അസഹ്യമായ അഹങ്കാരമാണ്. അതായത് ഈ ക്യൂബൻ പ്രമേയം അവിടെ കൊണ്ടുവരുന്നാൽ സാധാരണ ചെയ്യാറുള്ളത് അതുമായി ബന്ധപ്പെട്ട് നേരിട്ട് ബന്ധപ്പെട്ട ആളാണ് ആദ്യം സംസാരിക്കുക. UN-ൽ ഇപ്പോൾ ക്യൂബൻ പ്രമേയമാണെങ്കിൽ ബ്രൂണോ റോഡ്രിഗസ് ആണ്, അല്ലെങ്കിൽ ക്യൂബൻ പ്രതിനിധിയാണ് ആദ്യം സംസാരിക്കേണ്ടത്. എന്നാൽ അതിന് വിരുദ്ധമായി അമേരിക്കയ്ക്ക് അവിടെ വലിയ പ്രാധാന്യം ലഭിച്ചു. ഈ പ്രമേയത്തിൻ്റെ തുടർച്ചയായി വരാനിടയുള്ള ചർച്ചകളെ മുഴുവൻ സ്വാധീനിക്കാൻ എന്ന മട്ടിൽ അമേരിക്ക പ്രതിനിധിയാണ് UN-ൽ പ്രസംഗിച്ചത്. അതിനെതിരെയാണ് അദ്ദേഹം പറഞ്ഞത് നടപടിക്രമങ്ങൾ ദുരുപയോഗം ചെയ്തു എന്ന്. എന്നിട്ട് അദ്ദേഹം തുടരുന്നു, US പറയുന്ന ബൈലാറ്ററൽ എംബാർഗോ എന്നത് പൂർണ്ണമായ വ്യാജമാണ്. അന്താരാഷ്ട്ര നിയമം, വ്യാപാര സ്വാതന്ത്ര്യം, നാവിക സ്വാതന്ത്ര്യം എന്നിവയെല്ലാം ലംഘിക്കുന്ന ബാഹ്യ ഉപരോധം. 2025 മാർച്ച് 1 മുതൽ 26 ഫെബ്രുവരി 28 വരെ മാത്രം നാശനഷ്ടം $8.83 ബില്യൺ. കഴിഞ്ഞ വർഷത്തേക്കാൾ 7% വർദ്ധിച്ചു. ആകെ നഷ്ടം $178.7 ബില്യൺ. ഈ ക്രൂരമായ ഊർജ്ജ ഉപരോധത്തോടൊപ്പം സ്വതന്ത്ര രാജ്യങ്ങളെ ക്യൂബയുമായുള്ള ബന്ധം ഉപേക്ഷിക്കാൻ അമേരിക്ക നിർബന്ധിക്കുന്നു. അമേരിക്കൻ ഗവൺമെൻറ്റിന് അതിന് യാതൊരു അധികാരവും ഇല്ല. ക്യൂബ എന്ന സ്വതന്ത്ര പരമാധികാര രാജ്യം ഒറ്റക്കെട്ടായി മറ്റൊരു രാജ്യം ഞങ്ങളുടെ ഭരണരീതിയോ സാമ്പത്തിക മാതൃകയോ വിദേശ നയമോ നിർദ്ദേശിക്കുന്നത് തള്ളിക്കളയുന്നു. 70 വർഷത്തെ ജനസംഹാര ഉപരോധത്തിനിടയിലും ക്യൂബ വലിയ സാമൂഹിക മാനുഷിക വികസന ശൃംഖല കെട്ടിപ്പടുത്തു. കഴിഞ്ഞ 7 മാസമായി ഇന്ധനം പൂർണ്ണമായി നിഷേധിക്കപ്പെട്ടിട്ടും നമ്മുടെ ജനത സ്ഥിരത നഷ്ടപ്പെടുത്തിയില്ല. വലിയ മാനുഷിക പ്രതിസന്ധി ഉണ്ടായില്ല. നമ്മുടെ ജനങ്ങളെ പ്രതിരോധിക്കാൻ ഞങ്ങൾക്കൊരിക്കലും മടിയില്ല. ഞങ്ങൾ അതിനുവേണ്ടി നിലകൊള്ളും. സ്ത്രീകളുടെയും യുവാക്കളുടെയും സമൂഹത്തിൻ്റെയും പാർട്ടിയുടെയും സർക്കാരിൻ്റെയും ജനപ്രതിനിധികളുടെയും അശ്രാന്ത പരിശ്രമങ്ങൾ ഞങ്ങൾക്ക് പ്രത്യാശ നൽകുന്നു. സമീപകാല സാമ്പത്തിക സാമൂഹിക പരിവർത്തനങ്ങൾ ഞങ്ങളുടെ സോഷ്യലിസ്റ്റ് മാതൃകയെ ഈ യാഥാർത്ഥ്യങ്ങളുമായി ചേർത്ത് നിർത്തുന്നു. US-ൻ്റെ ക്രൂരമായ ആക്രമണങ്ങൾക്കെതിരെ ഞങ്ങൾ തുടർന്നും പോരാടും. ലോകത്തിൻ്റെ വിശാലമായ പിന്തുണയ്ക്ക് നന്ദി. ഇന്ന് ക്യൂബ നേരിടുന്ന ശത്രുതയും ഭീഷണികളും നാളെ മറ്റേതെങ്കിലും രാജ്യത്തിനും സംഭവിക്കാവുന്നതാണ്. അതൊരു മുന്നറിയിപ്പാണ്. ഇതെന്താണ്? പുതിയ ലോകക്രമമോ? ഐക്യരാഷ്ട്രസഭയുടെ സ്ഥാപക തത്വങ്ങളോട് ഇത് പൊരുത്തപ്പെടുമോ? ആധിപത്യം, കൊള്ള, അധിനിവേശം, കീഴടക്കൽ, മാനസിക യുദ്ധം എന്നിവയെ അന്താരാഷ്ട്ര നിയമത്തിൻ്റെ ഭാഗമാക്കാൻ അനുവദിക്കരുത്. ഐക്യരാഷ്ട്രസഭയുടെ മൂല്യങ്ങൾ, അന്താരാഷ്ട്ര നിയമം, UN ചാർട്ടർ എന്നിവയെ ഞങ്ങൾ ഉറച്ചു പ്രതിരോധിക്കും. ക്യൂബ സമാധാനത്തിൻ്റെയും അന്താരാഷ്ട്ര നിയമത്തിൻ്റെയും ബഹുമുഖതയുടെയും സത്യത്തിൻ്റെയും നീതിയുടെയും പക്ഷത്ത് നിൽക്കുന്നു. 150 വർഷമായി
സ്വാതന്ത്ര്യത്തിനും അതിനായി പോരാടുകയും ചെയ്യുന്ന ജനതയാണിത്. ചരിത്ര പുരുഷനായ ഫിഡൽ കാസ്ട്രോയുടെ ജന്മശതാബ്ദിയിൽ അദ്ദേഹത്തിൻ്റെ പാരമ്പര്യത്തോട് വിശ്വസ്തരായി ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുന്നു, രാജ്യമോ അതോ മരണമോ ഒന്നുറപ്പാണ്, ഞങ്ങൾ വിജയിച്ചിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് റോഡ്രിഗസ് പ്രസംഗം അവസാനിപ്പിച്ചത്. ക്യൂബയ്ക്കെതിരായ ക്രൂരമായ ഉപരോധം ഇറാനിലെ തിരിച്ചടിയുടെ പശ്ചാത്തലത്തിലെങ്കിലും ട്രംപ് പുനഃപരിശോധിക്കുമോ? UN ഈ ചർച്ചയെങ്കിലും അവരുടെ ചെവിയിലേക്ക് എത്തുമോ? എവിടെ? കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.